ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ 4ാം ക്ലാസ്സിലെ EVS ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ ചാപ്റ്ററാണ് നോക്കുന്നത്. ഇന്ത്യ എൻ്റെ രാജ്യം. ഇത് കുറച്ച് വലിയൊരു ചാപ്റ്ററാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിൽ നിന്ന്. ആദ്യത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഉപ്പ് സത്യാഗ്രഹം 1930. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഉപ്പ് സത്യാഗ്രഹം 1930. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് സബർമതി ആശ്രമത്തിൽ നിന്നാണ് ദണ്ഡി കടപ്പുറത്തേക്കാണ് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹത്തിന് ആളുകളെ നയിച്ചത്. അപ്പോൾ എവിടെ നിന്ന്? സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അടുത്തത് ഉപ്പ് പിടിച്ച് ഈ കൈകൾ തകർക്കപ്പെട്ടാലും ഉപ്പ് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞത് ഗാന്ധിജി. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ക്വിറ്റ് ഇന്ത്യ സമരം, അതിൻ്റെ വർഷം 1942. ക്വിറ്റ് ഇന്ത്യ സമരം 1942. പിന്നെ ഒരു ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബോംബെ സമ്മേളനത്തിൽ വെച്ചാണ് ക്വിറ്റ് ഇന്ത്യ എന്ന ആവശ്യം അവതരിപ്പിക്കപ്പെട്ടത്. അപ്പോൾ എവിടെ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം? ബോംബെ സമ്മേളനം. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ക്വിറ്റ് ഇന്ത്യ എന്നതിൻ്റെ അർത്ഥം? ഇന്ത്യ വിടുക. ക്വിറ്റ് ഇന്ത്യ, ഇന്ത്യ വിടുക. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് കേരളത്തിൽ ഉപ്പു നിയമം ലംഘിക്കപ്പെട്ട സ്ഥലം? കണ്ണൂരിലെ പയ്യന്നൂർ കടപ്പുറം. കേരളത്തിൽ ഉപ്പു നിയമം ലംഘിക്കപ്പെട്ടത് കണ്ണൂരിലെ പയ്യന്നൂർ കടപ്പുറം. ആ സമരത്തിൻ്റെ നേതാവായി പ്രവർത്തിച്ചത് കെ കേളപ്പൻ. കണ്ണൂരിൽ ഉപ്പു സമരത്തിൻ്റെ നേതാവായി പ്രവർത്തിച്ചത് കെ കേളപ്പൻ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്? കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. മഹാത്മാഗാന്ധി ജനിച്ചത് ഗുജറാത്തിലെ പോർബന്തറിൽ. മഹാത്മാഗാന്ധിയുടെ യഥാർത്ഥ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അദ്ദേഹം ജനിച്ച വർഷം 1869 ഒക്ടോബർ 2. മരിച്ച വർഷം 1948 ജാനുവരി 30. ഗാന്ധിജിയെ ബാപ്പുജി എന്ന് വിളിച്ചിരുന്നു. ബാപ്പുജി എന്ന് സ്നേഹത്തോടെ വിളിച്ചത് ഗാന്ധിജി. ഇത് നമ്മൾക്ക് എല്ലാവർക്കും അറിയണ ഒരു ആൻസറാണ്. പിന്നെ അദ്ദേഹം നയിച്ച സമരങ്ങൾ, ചമ്പാരൻ സമരം 1917. ഈ വർഷങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ചമ്പാരൻ സമരം 1917 ബീഹാറിലായിരുന്നു. നിസ്സഹകരണ സമരം 1920. ഉപ്പ് സത്യാഗ്രഹം 1930. ക്വിറ്റ് ഇന്ത്യ സമരം 1942. അടുത്തത് ജവഹർലാൽ നെഹ്റുവിനെ പറ്റിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ വിവരം പ്രഖ്യാപിച്ച മഹാൻ ജവഹർലാൽ നെഹ്റു. അടുത്ത ക്വസ്റ്റ്യൻ, ചാച്ചാജി എന്ന് കുട്ടികൾ സ്നേഹത്തോടെ വിളിച്ചിരുന്നത് ആരെ? ജവഹർലാൽ നെഹ്റു. ഇനി നമുക്ക് കുറച്ച് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരുകളും അവരുടെ ഫോട്ടോസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സുഭാഷ് ചന്ദ്രബോസ്, സർദാർ വല്ലഭായ് പട്ടേൽ, ഗോപാലകൃഷ്ണ ഗോഖലെ, സരോജിനി നായിഡു, ബാലഗംഗാധര തിലക്, ഭഗത് സിംഗ്, അരുണ ആസഫ് അലി ഖാൻ, അബ്ദുൽ ഗാഫർ ഖാൻ. ഇനി അവരെ പറ്റി കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ ഉണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ വനിത? ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ടു. അത് ആൻസർ സരോജിനി നായിഡു. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷുകാർക്കെതിരെ ധീരതയോടെ ആയുധമെടുത്ത് പോരാടി 23ാം വയസ്സിൽ തൂക്കിലേറ്റപ്പെട്ടു. അതിൻ്റെ ആൻസർ ഭഗത് സിംഗ്.
ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ രാജ്ഞി, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വന്ധ്യവയോധിക എന്നിങ്ങനെ വിളിക്കപ്പെടുന്നത്? അരുണ ആസിഫ് അലി. അടുത്തത്, നാട്ടുരാജ്യങ്ങളെ ചേർത്ത് ഇന്ത്യ എന്ന രാജ്യം രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി നേതാജി എന്ന് വിളിക്കപ്പെട്ടു. അതിൻ്റെ ആൻസർ സുഭാഷ് ചന്ദ്രബോസ്. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചു ലോക്മാന്യ എന്നറിയപ്പെടുന്നു ബാലഗംഗാധര തിലക്. ഗാന്ധിജിയെ രാഷ്ട്രീയത്തിലേക്ക് നയിച്ച ഗുരു സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന സ്ഥാപിച്ചു ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ ആദർശങ്ങൾ പിന്തുടർന്നു അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നു. അത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് കുറച്ച്, ഇവിടെയൊന്നും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊന്നുമില്ല. അടുത്തത്, സ്വാതന്ത്ര്യം കിട്ടിയത് ആദ്യ പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ഈ അർദ്ധരാത്രിയിൽ ലോകം നിദ്രയിലായിരിക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണരുകയാണ് എന്ന് പ്രസംഗിച്ചത് ജവഹർലാൽ നെഹ്റു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്, ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി ഡോക്ടർ ഭീംറാവ് റാംജി അംബേദ്കർ. അതുപോലെ സ്വതന്ത്ര ഇന്ത്യക്കായി പുതിയൊരു നിയമസംഹിത തയ്യാറാക്കപ്പെട്ടു. ആ നിയമസംഹിതയുടെ പേരാണ് ഇന്ത്യയുടെ ഭരണഘടന. ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിനം ഇപ്പം തന്നെ പറഞ്ഞതാണ്, ജനുവരി 26. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ അംബേദ്കർ. ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്, ഭാഷയുടെ അടിസ്ഥാനത്തിൽ രൂപം കണ്ട പ്രദേശങ്ങളെ പറയുന്നതാണ് സംസ്ഥാനങ്ങൾ. ഇന്ത്യയിൽ ഇപ്പോൾ ആകെ എത്ര സംസ്ഥാനങ്ങളുണ്ട്? 28. സംസ്ഥാനത്തിൻ്റെ ഭരണസിരാ കേന്ദ്രത്തെ വിളിക്കുന്ന പേര് തലസ്ഥാനം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്, ഇനി നമ്മുടെ സംസ്ഥാനങ്ങളുടെ പേരുകളൊക്കെയാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്, കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ഇന്ത്യയിലാകെ എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്? 8. സംസ്ഥാന പദവി ഇല്ലാത്ത ചില പ്രദേശങ്ങളുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഈ പ്രദേശങ്ങളെ വിളിക്കുന്ന പേരാണ് കേന്ദ്രഭരണ പ്രദേശങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ചൈന, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ. അടുത്ത ക്വസ്റ്റ്യൻ, അറബിക്കടലിൻ്റെ തീരത്തുള്ള സംസ്ഥാനങ്ങൾ. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടകം, കേരളം. ഇതിൽ അറബിക്കടലിലുള്ളത് ലക്ഷദ്വീപ്. അടുത്ത ക്വസ്റ്റ്യൻ, ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്തുള്ള സംസ്ഥാനങ്ങൾ. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. അതുപോലെ അവിടെ പുതുച്ചേരി, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയും കൂടി ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്താണ്. ഇവിടെ ബംഗാൾ ഉൾക്കടലിലുള്ളത് ആൻഡമാൻ നിക്കോബാർ. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവ. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇനി നമുക്കിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടിയുണ്ട്. കേരളത്തിൻ്റെ അയൽ സംസ്ഥാനം ബാംഗ്ലൂരാണ് ഇതിൻ്റെ തലസ്ഥാനം എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആൻസർ കർണാടക.
അടുത്തത് അറബിക്കടലിൻ്റെ തീരത്താണ് സ്ഥാനം. ഗുജറാത്തുമായി അതിർത്തി പങ്കിടുന്നു. ഗുജറാത്തുമായി അതിർത്തി പങ്കിടുന്ന അറബിക്കടലിൻ്റെ തീരത്തുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര. അടുത്തത് അയൽ രാജ്യമായ മ്യാൻമറുമായി അതിർത്തിയുണ്ട്. ത്രിപുരയോട് ചേർന്നാണ് സ്ഥാനം. ആൻസർ മിസോറാം. നെക്സ്റ്റ്, കൊഹിമ ഈ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ്. നാഗാലാൻഡ്. ബംഗ്ലാദേശുമായി അതിർത്തിയുണ്ട്. ആസാമിൻ്റെ അയൽ സംസ്ഥാനമാണ് മേഘാലയ. രാജസ്ഥാൻ, പഞ്ചാബ്, ഉത്തർപ്രദേശ് എന്നിവയുമായി അതിർത്തി പങ്കിടുന്നു. രാജ്യ തലസ്ഥാനമായ ഡൽഹിയോട് ചേർന്ന് കിടക്കുന്നതാണ് ഹരിയാന. അടുത്തത്, വലിപ്പത്തിൽ രണ്ടാമതുള്ള ഈ സംസ്ഥാനം ഇന്ത്യയുടെ മധ്യഭാഗത്താണ്. അപ്പോൾ ഇന്ത്യയുടെ മധ്യഭാഗത്തും വലിപ്പത്തിൽ രണ്ടാമതുമായ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ. കേരളത്തിൻ്റെ അയൽ സംസ്ഥാനമാണ്. ചെന്നൈയാണ് തലസ്ഥാനം. അത് തമിഴ്നാട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഈ സംസ്ഥാനത്താണ് ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തെലങ്കാന. അടുത്തത്, നേപ്പാളുമായി അതിർത്തി പങ്കിടുന്നു. പാട്നയാണ് തലസ്ഥാനം. അത് ബീഹാർ. ഇനി നമുക്ക് കുറച്ചും കൂടി താഴേക്ക് പോയാലാണ് പിന്നെ ഭാഷകളെ പറ്റിയുള്ള, രാജ്യങ്ങളെ പറ്റിയും ഭാഷകളെ പറ്റിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ്. ഓക്കെ. സംസ്ഥാനം ആന്ധ്രാപ്രദേശിൻ്റെ ഭാഷ തെലുങ്ക്. തെലങ്കാനയുടെ ഭാഷയും തെലുങ്ക്. മഹാരാഷ്ട്ര മറാത്തി. ഒഡീഷ ഒഡിയ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ കറൻസിയിൽ എത്ര ഭാഷകളാണ് മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഇന്ത്യൻ കറൻസിയിൽ 17 ഭാഷകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിലെ 15 ഇന്ത്യൻ ഭാഷകളും വേറെ 2 ഭാഷകളും കൂടി 17 ഭാഷകളാണ് കറൻസിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിലെ ആദ്യത്തേത് ആയി വരുന്നത് ആസാമീസും അവസാനമായി വരുന്നത് ഉറുദുവാണ്. മലയാളത്തിന് 7ാമത്തെ സ്ഥാനമാണ് ഉള്ളത്. ഇനി ഉത്സവങ്ങളൊക്കെയാണ്, അതൊക്കെ നമുക്കറിയാവുന്ന തന്നെയാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനായിട്ട് വരുന്നത് കലാരൂപങ്ങൾ. മോഹിനിയാട്ടം കേരളത്തിൻ്റെ കലാരൂപം. ഭരതനാട്യം തമിഴ്നാട്. കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശ്. കഥക് ഉത്തർപ്രദേശ്. മണിപ്പൂരി മണിപ്പൂർ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ദേശീയഗാനം, ദേശീയഗീതം അങ്ങനെയുള്ളതാണ്. അപ്പോൾ ദേശീയഗാനത്തിൻ്റെ രചയിതാവ് രവീന്ദ്രനാഥ ടാഗോർ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ദേശീയഗാനം ജനഗണമന. ഇനി ഇവിടെ ചോദ്യമായിട്ട് കൊടുത്തിട്ടുള്ളത് ഏത് ഭാഷയിലാണ് ദേശീയഗാനം എഴുതപ്പെട്ടത്? ദേശീയഗാനം എഴുതപ്പെട്ട ഭാഷ ബംഗാളി ഭാഷ. ദേശീയഗാനം ആലപിക്കുമ്പോൾ എങ്ങനെയാണ് നിൽക്കേണ്ടത്? അത് അറ്റൻഷനായി നിൽക്കണം. ആ പൊസിഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയഗാനം ആലപിക്കുന്നതിന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സമയം 52 സെക്കൻഡ്. അടുത്തത് ദേശീയ മുദ്ര. ഇത് അശോക ചക്രവർത്തി ഉത്തർപ്രദേശിലെ സാരാനാഥിൽ സ്ഥാപിച്ച സ്തൂപത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളതാണ് നമ്മുടെ ദേശീയ മുദ്ര. ഇതിലെ 4 ദിക്കിലേക്ക് നോക്കി നിൽക്കുന്ന സിംഹങ്ങൾ, ചുവടെ മധ്യത്തിലായിട്ടുള്ളത് അശോകചക്രം. അശോകചക്രത്തിന് എത്ര ആരക്കാലുകളുണ്ട്? 24 ആരക്കാലുകളുണ്ട്. ഇനി നമുക്കിതിൽ ചോദ്യമായിട്ട് തന്നിട്ടുള്ളത് മുദ്രയുടെ ചുവട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വാക്യം ഏത്? സത്യമേവ ജയതേ. അതിൻ്റെ അർത്ഥം സത്യം മാത്രമേ ജയിക്കൂ. ഇനി മുദ്രയിൽ കാണുന്ന മറ്റ് മൃഗങ്ങൾ ഏതെല്ലാം? സിംഹം ഓൾറെഡി നമ്മളിവിടെ പറഞ്ഞു. ഇനി കുതിര, കാള, ആന. അടുത്തത് ദേശീയ ഗീതം. ദേശീയ ഗാനവും ദേശീയ ഗീതവും പരസ്പരം തെറ്റരുത്. ദേശീയ ഗീതം എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേ മാതരം എന്നുള്ളതാണ് നമ്മുടെ ദേശീയ ഗീതം. ഇത് ബംഗാളി ഭാഷയിൽ സംസ്കൃത പദങ്ങളും ചേർത്താണ് എഴുതിയിട്ടുള്ളത്. ഇനി നമുക്കിവിടെ കുറച്ച്
ക്വസ്റ്റ്യൻസും കാണാം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം 1947 ഓഗസ്റ്റ് 15. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിനം 1950 ജനുവരി 26. ഇനി ക്വിറ്റ് ഇന്ത്യ ദിനം 1942 ഓഗസ്റ്റ് 8. ഗാന്ധിജിയുടെ ചരമദിനം 1948 ജാനുവരി 30. ഇന്ത്യയുടെ ഭരണഘടനാ ദിനം 1949 നവംബർ 26. ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, താങ്ക് യു.